ഹായ് നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മുളകിനെ ആക്രമിക്കുന്ന വേറൊരു കീടത്തെയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. മുളകിനെ നമ്മൾ വീടുകളിൽ വളർത്തുമ്പോഴായാലും കൊമേഴ്ഷ്യലായിട്ട് ചെയ്യുമ്പോഴായാലും ഏറ്റവും കൂടുതൽ ആക്രമണം ഉണ്ടാകുന്നത് ഈ ഒരു സാധനത്തിൽ നിന്നാണ്. ഇതിനെ ഞാൻ കാണിച്ചു തരാം. കാണിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകും എന്താണെന്നുള്ളത്. ഇതാണ് ആ സാധനം. ഇത് വെള്ളീച്ച എന്നാണ് പറയുന്നത്, വൈറ്റ് ഫ്ലൈസ്. ഇതാണ് മെയിനായിട്ട് മുളകിനെ ഉണക്കിക്കളയുന്ന ഒരു പ്രാണിയാണിത്, ഒരു ജീവിയാണ്. ഇത് വൈറ്റ് ഫ്ലൈസ് സാധാരണ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് മുളകിൽ തന്നെയാണ്. മുളകിലും ഇപ്പോൾ നമുക്ക് ധാരാളമായിട്ട് തെങ്ങുകളിൽ വരെ കാണുന്നുണ്ട്. ഇതിനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് കൺട്രോൾ ചെയ്യാം. ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ ഏറ്റവും നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡാണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് നമുക്ക് ഇതിൻ്റെയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് നശിച്ചു പോകും. അതുപോലെ നമുക്കത് വളരെ സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാധനം കൂടിയാണ്. ഇനിയിപ്പോൾ അതല്ലാതെ നമുക്ക് വെള്ളം നന്നായിട്ട് ശക്തിയായിട്ട് ഇപ്പോൾ 1-2 ദിവസങ്ങളിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഇവനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. വേപ്പെണ്ണ നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. വളരെ ആധികമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വൈറസോൾ എന്ന് പറയുന്ന ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു പെസ്റ്റിസൈഡ് ഉണ്ട്. അതിലൂടെ ഇത് നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് തെങ്ങിലുള്ള വെള്ളീച്ചയെ വരെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുകൂടാതെ നമ്മൾ കെമിക്കലി ചെയ്യുന്ന ആൾക്കാർ ഒബറോൺ പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. കെമിക്കലി ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അക്ടാര എന്ന് പറയുന്ന ഒരു കെമിക്കലാണ് സാധാരണ സ്പ്രേ ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്കിതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിനെ കൺട്രോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് മൊത്തം എല്ലാ ചെടിയിലേക്കും പടരുകയും എല്ലാത്തിനെയും ഇത് ഉണക്കിക്കളയുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതിനെ സൂക്ഷിക്കുക. കാരണം ഇത് കൃത്യമായിട്ട് നമുക്ക് ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതൊരു വെള്ള പൂപ്പൽ പോലെ